വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായി വചനം ശ്രവിക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ അവയെല്ലാം ദൂരെ മാറട്ടെ. ഞങ്ങളുടെ നിരവധിയായ നിയോഗങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. തമ്പുരാനെ, അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ, അങ്ങയുടെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിയോഗങ്ങളുടെ എല്ലാം മേൽ കരുണ ചൊരിയണമേ. അങ്ങയുടെ സ്വരം ഞങ്ങൾ ഓർക്കുന്നു, അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ ഓർമ്മിക്കുന്നു. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപേ ഞാനത് കേൾക്കും. ഈ സമയം ഞങ്ങൾക്ക് ഉത്തരമരുളണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവൻ 5 താലന്തും മറ്റൊരുവന് 2-ഉം വേറൊരുവന് 1-ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനൻ്റെ പണം മറച്ചുവെച്ചു. ഏറെക്കാലത്തിനു ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്കു തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്നു പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചുവെച്ചു. ഇതാ നിൻ്റേത്, എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്ത ഇടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നുവല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധിയായി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യത്തെക്കുറിച്ചാണ്, വിശ്വസ്തത. 5 താലന്ത് ലഭിച്ച ഭൃത്യൻ യജമാനൻ്റെ പക്കലേക്ക് വന്ന് പറയുന്നത് ഇപ്രകാരമാണ്, നീ എനിക്ക് നൽകിയത് 5 താലന്താണല്ലോ, പക്ഷേ ഇതാ ഞാൻ 5 കൂടി നേടിയിരിക്കുന്നു. യജമാനൻ കൊടുക്കുന്ന മറുപടി നമുക്കറിയാം, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. ഈ യജമാനൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുക. പ്രിയമുള്ളവരെ, ദൈവിക സന്തോഷത്തിലേക്ക്, സ്വർഗീയമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ വിശ്വസ്തത എന്നുള്ള പുണ്യം നമ്മിൽ നിലനിൽക്കണം.
നമുക്കറിയാം, ദൈവം ഒരുപാട് കഴിവുകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നിരവധിയായ താലന്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അവയെല്ലാം വർദ്ധിക്കാൻ നമ്മൾ ഇടയാക്കണം. അപ്പോൾ ഉറപ്പായും ദൈവിക സന്തോഷത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് കഴിയും. ഒരുപക്ഷെ ചുറ്റുമുള്ള ലോകത്തിലേക്ക് നോക്കുമ്പോൾ പരാതിപ്പെടുന്ന മനുഷ്യരെയാണ് നമ്മൾ അധികവും കാണുക. ലഭിച്ചതുകൊണ്ട് തൃപ്തി വരാതെ ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ലൂക്കാ സുവിശേഷത്തിൽ ഈശോ തന്നെ പറയുന്ന മറ്റൊരു ഉപമയുണ്ട്, അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമ. അതിൻ്റെ 16-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെയാണ്. ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം 10-ാം തിരുവചനം: ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. സ്നേഹമുള്ളവരെ, ഒരു പക്ഷേ നമുക്ക് ലഭിച്ചത് വളരെ കുറഞ്ഞ അളവിലായിരിക്കാം. എങ്കിലും വിശ്വസ്തയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അമർത്തിക്കുലുക്കി നിറച്ചളന്ന് ദൈവം നമുക്ക് നൽകും. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ, ചരിത്രം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. മനുഷ്യരുമായി വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ രീതിയിൽ ഉടമ്പടി സ്ഥാപിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ കഴിയും. പക്ഷേ സ്നേഹമുള്ളവരെ, എവിടെയൊക്കെ ഈ ഉടമ്പടി ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യരുടെ ഭാഗത്തു നിന്നും അവിശ്വസ്തത കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ആ കാലഘട്ടങ്ങളിലെല്ലാം മനുഷ്യർ അവിശ്വസ്തരായിരുന്നപ്പോൾ പോലും ദൈവം വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതേ വിശ്വസ്തത അവിടുന്ന് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് യാതനകളിലൂടെ ക്ലേശത്തിലൂടെ കടന്നുപോയ ഒരു ജനസമൂഹമാണ്. ദൈവം തന്നെ മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്രകാരം അദ്ദേഹത്തോട് പറയുന്നുണ്ടല്ലോ, എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ കാതുകളിലെത്തി, അവരുടെ ദീനരോധനം ഞാൻ ശ്രവിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ഈ നിലവിളിക്കുന്ന ജനത്തിന് ഉത്തരമായാണ് മോശയെ പറഞ്ഞയക്കുക. അങ്ങനെ മോശ ഇതാ ഈ ജനസമൂഹത്തെ ഈജിപ്തിന് പുറത്തേക്ക് നയിക്കുന്നു. അവസാനം അവർ ചെങ്കടലിന് മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ഇതെങ്ങനെ മുറിച്ചു കടക്കണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. വചനം ഇപ്രകാരമാണ് പറയുക. പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 10 മുതലുള്ള വചനഭാഗം: ഫറവോ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകളുയർത്തി നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് ഈജിപ്തിൽ വച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. ഒരുപക്ഷെ ഇവരീ പറയുന്നത് മോശയ്ക്കെതിരെയല്ല, മറിച്ച് ദൈവത്തിനെതിരെയാണ്. ആ ജനം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. ഇങ്ങനെ യാത്ര ചെയ്യുന്നതിലും ഭേദം, ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിലും ഭേദം ഈജിപ്തിലെ അടിമവേലയായിരുന്നു. ഇങ്ങനെ ദൈവത്തെ ധിക്കരിക്കുന്ന, വാക്കുകളിലൂടെ ദൈവത്തോട് മറുതലിക്കുന്ന ഒരു ജനത്തിന് ദൈവം കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് അവിടെ വായിക്കാൻ പറ്റും. പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം 13 മുതലുള്ള വചനഭാഗം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകരകൃത്യം നിങ്ങൾ കാണും. ഇന്നു കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇതുപോലെ ജനം ധിക്കരിച്ചിട്ടും, ഇതുപോലെ ജനം പരാതി പറഞ്ഞിട്ടും ദൈവം കൊടുക്കുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ച് വായിക്കുമ്പോൾ എല്ലായിടങ്ങളിലും ദൈവത്തിൻ്റെ ഈ വിശ്വസ്തത നിഴലിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു വിശ്വസ്തതയാണ് തമ്പുരാൻ നമ്മിൽ നിന്നും ആവശ്യപ്പെടുക. ഒരു പക്ഷേ ഇന്നത്തെ ലോകത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകളും
നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മുടെ അനുഭവങ്ങളും എല്ലാം അവിശ്വസ്തതയുടേതാണ്. മനുഷ്യർ പരസ്പരം ഒറ്റുകൊടുക്കുന്നതിൻ്റെ, പരസ്പരം വഞ്ചിക്കുന്നതിൻ്റെ ഒക്കെ അനുഭവങ്ങളിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോവുക. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ദൈവം വിശ്വസ്തതയിലേക്ക് നമ്മെ വിളിക്കുക. പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ നടത്താൻ പോകുമ്പോൾ അവിടെ കാണുന്ന ഏറെ മനോഹരമായ ഒരു സംഭവമുണ്ട്, ഒരു അനുഭവമുണ്ട്. ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം അവിടെയുള്ള ഏറ്റവും പ്രായമായ ദമ്പതികളെ ആദരിക്കുന്ന ഒരു പതിവുണ്ട്. അവരോട് ചോദിക്കും, ഏറ്റവും കൂടുതൽ കാലം ഒരുമിച്ച് ജീവിച്ചവർ ആരൊക്കെയാണ്? ഒരുപക്ഷെ 50 വർഷമോ 60 വർഷമോ ഒക്കെ ഒരുമിച്ച് വിവാഹ ജീവിതം നയിച്ചവർ ആ കൂട്ടത്തിലുണ്ടാകും. അവർ മുൻപിലേക്ക് കടന്നു വരും. അവരുടെ കൈകളിൽ പൂക്കൾ കൊടുത്ത് അവരെ അഭിനന്ദിക്കും. എന്നിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത്? പ്രിയമുള്ളവരെ, എല്ലാ ഇടങ്ങളിലും ഈ ഭാര്യയും ഭർത്താവും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഞങ്ങൾ വിശ്വസ്തരായിരുന്നു. ഭർത്താവ് പറയും, എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ഒരിക്കലും അവിശ്വസ്തത കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവരും തിരിച്ചു പറയും, ഞാൻ എൻ്റെ ഭർത്താവിനോട് ഒരിക്കലും അവിശ്വസ്തത കാണിച്ചിട്ടില്ല. അതാണ് ഞങ്ങളുടെ ജീവിത രഹസ്യം, ഞങ്ങളുടെ വിജയത്തിൻ്റെ പിന്നിലുള്ള കാരണം. സ്നേഹമുള്ളവരെ, ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ദമ്പതികൾ വേർപിരിയുന്നുണ്ട്, ഒരുപാട് കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഇത് മാത്രമാണ്, അവിശ്വസ്തത. നമ്മൾ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ തന്നെ 20-ാം അധ്യായത്തിൽ മറ്റൊരു ഉപമ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൽ ഈശോ നമ്മോട് പങ്കുവയ്ക്കുന്ന വളരെ മനോഹരമായ മറ്റൊരു ഉപമ, മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ. അവിടെ പലരും ജോലിക്കായിട്ട് വരുന്നുണ്ട്. ആദ്യ മണിക്കൂറിൽ വന്നവരുണ്ട്, അതിനുശേഷം യജമാനൻ പോയി വിളിച്ച് കൊണ്ടുവന്നവരുണ്ട്. ഏറ്റവും അവസാനം വന്ന ചില വ്യക്തികൾ അവരോടൊപ്പമുണ്ട്. ഇങ്ങനെയാണ് വചനം പറയുക, 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു, എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അതാണ് ഈ ആദ്യം വന്നവരുടെ പരാതി. പക്ഷേ ഞാൻ ചിന്തിക്കുക ഈ അവസാനം വന്നവരെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് യജമാനൻ അവർക്കും ആ ഓരോ ദനാറ നൽകിയത്? ഒരു പക്ഷേ അത് അവർ പുലർത്തിയ വിശ്വസ്തത കൊണ്ടാകാം, അവരുടെ ആത്മാർത്ഥത കണ്ടിട്ടാകാം. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ നമുക്ക് ലഭിച്ചത് അല്പമേ ഉള്ളുവെങ്കിലും അതിൽ ആത്മാർത്ഥത പുലർത്തുമ്പോൾ ഇതുപോലെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിശുദ്ധ ഡൊമിനിക് സാവിയോയെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കാരനും ആത്മീയ പിതാവുമായിരുന്ന വ്യക്തി ഇപ്രകാരമാണ് കുറിച്ചു വയ്ക്കുക. നിയമങ്ങൾ അനുസരിക്കുന്നതിൽ ഡൊമിനിക് സാവിയോ ഒരിക്കലും വിട്ടുവീഴ്ച വരുത്തിയിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമായിരുന്നു, ദൈവ സാന്നിധ്യത്തിൽ, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലായിരിക്കുമായിരുന്നു. ഇതുപോലെ എപ്പോഴും ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തയോടുകൂടിയാണ് അദ്ദേഹം മുൻപോട്ട് പോയത്. നമുക്കറിയാം, വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരണമടഞ്ഞു. എന്നിട്ടും ഇന്നും നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. മദർ തെരേസ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ജീവിതത്തിൽ വിജയമല്ല വിശ്വസ്തതയാണ് പ്രധാനം. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, വിജയിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന മനുഷ്യരാണ് എല്ലായിടങ്ങളിലും. പക്ഷേ ചുരുക്കം ചിലരാണ് വിശ്വസ്തരായിരിക്കാൻ വേണ്ടി അല്പമൊക്കെ സഹനം ഏറ്റെടുക്കുക. പ്രിയമുള്ളവരെ, വിശ്വസ്തതയില്ലാതെ ലഭിക്കുന്ന വിജയങ്ങളൊന്നും ശാശ്വതമായിരിക്കുകയില്ല എന്നുള്ള ഒരു സൂചന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. ഒരു പക്ഷേ മനുഷ്യരെ നമുക്ക് വഞ്ചിക്കാൻ കഴിയും, മനുഷ്യരെ നമുക്ക് കബളിപ്പിക്കാൻ കഴിയും. പക്ഷേ വചനം പറയുന്നത് ഇതാണ്, സാമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും.
വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിലും അതുപോലെ തന്നെയുള്ളൊരു വചനം നമ്മൾ കാണും. യേശു ഒരുപാട് ആളുകളോട് സംസാരിക്കുകയായിരുന്നു. അവരിൽ പലരെയും നോക്കി തമ്പുരാൻ ആ വചനം പറഞ്ഞു. 7-ാം അധ്യായം 6-ാം തിരുവചനം, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. ഒരുപക്ഷെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പോലും ചില ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ട് നാം നമ്മുടെ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും അവസാനിപ്പിക്കാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കണം. ആത്മാർത്ഥതയോടുകൂടി ഒരല്പം കൂടി വിശ്വസ്തയോടുകൂടി വർത്തിക്കും എന്നുള്ള ഒരു തീരുമാനമെടുക്കണം. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, ജോബാണ്. ജോബിൻ്റെ പുസ്തകം എടുത്തു വെച്ച് വായിക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമുക്കറിയാം എത്ര വലിയ സഹനങ്ങളിലൂടെയാണ് ആ മനുഷ്യൻ കടന്നുപോയത്. ഒരുപക്ഷെ നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത വേദനകളിലൂടെ, കഷ്ടതകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണല്ലോ ജോബ്. എല്ലാം നഷ്ടപ്പെട്ടു. മക്കളെ നഷ്ടപ്പെട്ടു, സമ്പത്തില്ലാതായി, കൃഷിയിടം മുഴുവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ഉള്ളത് മുഴുവൻ പോയി. അവസാനം ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. മാരകമായ രോഗം. ആ രോഗത്തിൻ്റെ സമയത്ത് ജോബിൻ്റെ ഭാര്യ വന്ന് അദ്ദേഹത്തോട് ഇപ്രകാരമാണ് പറയുക: ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. അതായത് ഇങ്ങനെയുള്ള ഒരു സമയത്ത്, ഇത്രയും കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഒരു നേരത്ത് പോലും നിങ്ങൾ ഇങ്ങനെ വിശ്വസ്തത കാണിക്കുന്നത് എന്തിനാണ്? ദൈവം ഇതല്ലേ നിങ്ങൾക്ക് നൽകിയത്? അതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. പക്ഷേ ജോബ് കൊടുത്ത മറുപടി ഇതാണ്: ഭോഷത്വം പറയുന്നു, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. നമുക്കറിയാം ജോബിൻ്റെ പ്രാർത്ഥന 1-ാമത്തെ അധ്യായത്തിൽ തന്നെയുണ്ട്. 1-ാം അധ്യായം 21-ാം തിരുവചനം, അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹമുള്ളവരെ, ആ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. 42 അധ്യായങ്ങളാണ് ജോബിൻ്റെ പുസ്തകത്തിലുള്ളത്. ആ 42-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം ഇപ്രകാരമാണ്: ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. അതായത് നഷ്ടപ്പെട്ടത് മുഴുവൻ ജോബിന് ഇരട്ടിയായിട്ട് ദൈവം നൽകുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇത്ര വലിയ സഹനത്തിലും ഇത്ര വലിയ വേദനയിലും ദൈവത്തോട് ജോബ് വിശ്വസ്തത പുലർത്തി. ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കടന്നു പോകുന്നത് വലിയ സഹനങ്ങളിലൂടെയാകാം. മാരകമായ രോഗങ്ങൾ പേറുന്ന മനുഷ്യരുണ്ട്, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. എന്തുമാകട്ടെ സ്നേഹമുള്ളവരെ, വിശ്വസ്തത കൈവെടിയരുത്. അതാണ് തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഇവിടെ ഈ സമയത്തൊരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആളുകളോട് സംസാരിച്ചപ്പോൾ അതിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഉയർന്ന ശമ്പളത്തിൽ ഒരു കപ്പലിൽ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷേ 1.5 വർഷമായി എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടിട്ട്. എൻ്റെ അധികാരികൾ എന്നെ വിളിച്ചു പറഞ്ഞു, നാളെ മുതൽ ജോലിക്ക് വരേണ്ട. അവർ കാരണമായിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ മദ്യപിച്ചു എന്നാണ്. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു തുള്ളി മദ്യം പോലും എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞ കാരണം ഇതാണ്: എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ടു, 1.5 വർഷമായിട്ട് ജോലിയില്ലാതെ ഞാൻ ക്ലേശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാകാം നമ്മിൽ പലരും. പക്ഷേ ആ മനുഷ്യൻ അവസാനം എന്നോടൊരു കാര്യം പറഞ്ഞു: ഈ 1.5 വർഷമായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു തുള്ളി മദ്യം പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ല. പക്ഷേ ഞാൻ ധ്യാനിക്കാൻ വരുന്നുണ്ട്, ഞാൻ ഒരുപാട് സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നുണ്ട്, ലോകം മുഴുവൻ ജോലിയില്ലാതെ ക്ലേശിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 7-ാം അധ്യായം 17-ാം തിരുവചനം, അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 17-ാം തിരുവചനം, ദൈവത്തിൻ്റെ നിയോഗവും വിളിയുമനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത്. പൗലോസ്ലിഹയ്ക്ക് നമ്മോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: ദൈവത്തിൻ്റെ നിയോഗവും വിളിയുമനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് തമ്പുരാൻ അറിയുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ലാതെ, ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പരാതിപ്പെടാതെ
ദൈവത്തിൻ്റെ മുൻപിൽ പരിതപിക്കാതെ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറാൻ നമുക്ക് പറ്റണം. ജോൺ മരിയ വിയാനിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെല്ലാം ധ്യാനിച്ചിട്ടുള്ള ഒന്നാണ്. പരിശീലന കാലഘട്ടത്തിൽ പഠനത്തിൽ മികവ് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ക്ലേശിച്ച ഒരു വ്യക്തി. കൂടെയുള്ളവരെല്ലാം പഠനത്തിൽ ഒരുപാട് പ്രശോഭിച്ചപ്പോഴും അദ്ദേഹത്തിന് അതിന് കഴിയാതെ പോയി. പക്ഷേ പ്രിയമുള്ളവരെ, പഠനശേഷം വൈദികനായതിനു ശേഷം ആ ജീവിതം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് നമ്മൾ ധ്യാനിക്കണം. മണിക്കൂറുകളോളം കുമ്പസാരക്കൂട്ടിലിരുന്ന ഒരു മനുഷ്യൻ ആർസിലെ ഇടവകയിലേക്ക് വന്നെത്തിയ എല്ലാവർക്കും അദ്ദേഹം പാപമോചനം നൽകി. ആ ജനത്തോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നിറങ്ങി. അങ്ങനെ ആ ജനം മുഴുവൻ മാനസാന്തരപ്പെട്ടു. നമുക്കറിയാം, ഒരുപാട് കഴിവുകളുള്ള മറ്റു വൈദികരുണ്ടായിരുന്നു. എന്നാൽ ജനം തേടിയെത്തിയത് ഈ പാവപ്പെട്ട വൈദികനെയാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. മരിയ വിയാനി ദൈവസന്നിധിയിൽ വിശ്വസ്തത പുലർത്തി. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് 10 അടി വെച്ചാൽ ദൈവം നമ്മുടെ പക്കലേക്ക് 100 അടി തിരികെ വയ്ക്കും. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ഒരു അനുഭവമാണ്. പിതാവിനെ തേടിയെത്തുന്ന മകൻ, പിതാവിൻ്റെ മുൻപിൽ കണ്ണുനീരൊഴുക്കുന്ന ഒരു പുത്രൻ. ആ മകൻ അകലെ നിന്ന് വരുമ്പോൾ തന്നെ പിതാവ് അവൻ്റെ പക്കലേക്ക് ഓടിച്ചെന്നു എന്നാണ് വചനം പറയുക. അവനെ ആലിംഗനം ചെയ്യുന്നു, ചുംബനം നൽകി അവനെ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, വചനം പറയുന്നുണ്ടല്ലോ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 8-ാം തിരുവചനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തോട് വിശ്വസ്തത ഉള്ളവരായിരിക്കുക എന്നതാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ആ ഉടമ്പടിയുടെ വിശ്വസ്തത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. നമുക്കറിയാം, അല്പം പുളിപ്പ് മാവിനെ മുഴുവൻ പുളിപ്പിക്കും. അതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ ഒരുപക്ഷെ വളരെ ചെറുതായിരിക്കാം. എങ്കിലും വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ തമ്പുരാൻ്റെ മുൻപിൽ, യജമാനന് മുൻപിൽ വ്യാപരിക്കുമ്പോൾ ഉറപ്പായും നാമും ഈ സ്വരം കേൾക്കും. കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ഈ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. സ്നേഹമുള്ളവരെ, വിശ്വസ്തത എന്നത് വലിയ ഒരു പുണ്യമാണ്. യജമാനൻ്റെ സന്തോഷത്തിലേക്ക്, ദൈവികമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ ഉറപ്പായിട്ടും ഈ പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇല്ലെങ്കിൽ അത് വളർത്താനുള്ള വഴി തേടാം. തമ്പുരാൻ ഉറപ്പായും നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ദൈവം നമ്മുടെ മേൽ കൃപ ചൊരിയട്ടെ. ആമേൻ.